ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ വണ്ടിയുടെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ ഫുൾ എഞ്ചിൻ വർക്കായിട്ടാണ് നമ്മൾ ചെയ്യണത്. അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റ് അടക്കം മാറ്റി ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നിലവിൽ പിസ്റ്റൺ പിടിച്ച് ഓടിയേറുന്ന വണ്ടിയാണ്. സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം പാർട്സുകൾ മാറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്സുകളെല്ലാം മാറ്റി ചെയ്യുന്ന വർക്കാണ്. 1 ഇയർ 1 വർഷത്തെ വാറണ്ടിയിൽ ചെയ്യുന്ന വർക്കാണ്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ ഏതാണോ ആദ്യം വരുന്നത് അതാണ് വാറണ്ടി പീരീഡ്. അപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റാണത്. ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റുന്നുണ്ട്, അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ ഈ രണ്ടായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. പിസ്റ്റൺ കിറ്റായിട്ടാണ് മാറ്റുന്നത് കേട്ടോ. സിലിണ്ടർ പിസ്റ്റൺ അതിൻ്റെ റിങ്സ് വരും, പിസ്റ്റൺ പിന്നെ അടങ്ങിയിട്ട് ആ ഭാഗങ്ങളെല്ലാം. പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഗ്യാസ്കറ്റ് ബെയറിംഗ് ഐറ്റംസ് ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ ബെയറിങ്ങുകളും നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം ഓൾറെഡി ഇതിനകത്ത് ഓയിൽ ഇല്ലാതെ തീർന്നൊരവസ്ഥയിലാണ് വണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഗിയർ ബോക്സ് അടക്കം ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലിണ്ടർ ക്രാങ്ക് അടക്കം മൊത്തം മാറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് വാൽവ് കിറ്റും ഗൈഡും ഒക്കെ നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്തതാണ് കേട്ടോ. വാൽവ് നമ്മൾ മാറ്റി, വാൽവ് കിറ്റേപ്പാടി മാറ്റിയിട്ടുണ്ട്. വാൽവ് കിറ്റ് വരുമ്പോൾ 425 രൂപ നമുക്ക് അതിന് റേറ്റ് വരാം. അപ്പോൾ 2 വാൽവ് മാറ്റിയിട്ടുണ്ട്, ഗൈഡ് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഒരു ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ മാറ്റുമ്പോൾ നമ്മൾ 2 കൂടി മാറ്റിയിട്ടുണ്ട്. കാരണം അതല്ലെങ്കിൽ പിന്നീട് നമുക്കതിന് വീണ്ടും ഒരു പണി അതിന് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്ത് എടുത്തതാണ് വാൽവ്. 2 വാൽവ് മാറ്റി ഗൈഡ് മാറ്റി സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അത് മാത്രമാണ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയത്തെ എല്ലാ പാർട്സുകളും നമ്മൾ മാറ്റിയാണ് റീസെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാർട്സ് എയർ ഫിൽറ്റർ തുടങ്ങി കാർബറേറ്ററൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഗിയർ ബോക്സിൻ്റെ 6 ബെയറിങ്ങുകൾ മാറ്റുന്നുണ്ട്. അതിൻ്റെ ക്രാങ്കിൻ്റെ ഒൽസീൽ, ക്ലച്ച് ഷാഫ്റ്റിലെ ഒൽസീൽ അടക്കം ഫുൾ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് നമ്മൾ വർക്ക് ഏകദേശം ഒരു ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വർക്ക് ഏകദേശം ഒരു ഇതിനകത്തേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇട്ടേക്കാം. അതും പ്രകാരം നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ ഭാഗം പക്ക ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്തു പോകണേ. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗമുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് വാറണ്ടിയുടെ കേസൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന പ്രകാരം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബൈ ചാൻസ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വർക്ക് കംപ്ലീറ്റ് ആയി വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ.